നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതുകൊണ്ടല്ലേ അവരിപ്പോ വീണ്ടും നിയമപ്രകാരം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അല്ല പ്രസിഡന്റ്, നമുക്ക് സ്വന്തമായിട്ടൊരു ഭാര്യ ഉള്ളപ്പോ വേറൊരു പെണ്ണിന്റെ കൂടെ താമസിച്ചാൽ നമ്മളെ പോലീസ് പിടിക്കോ? എന്തൊരു നിനക്ക് വല്ല സെറ്റപ്പ് ഉണ്ടാ? അയ്യേ, എനിക്കൊന്നുമല്ല. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിന് വേണ്ടിട്ടാ. പുള്ളി ഇവിടെ ഒന്നും അല്ലാട്ടോ, ഇങ്ങ് തിരുവനന്തപുരത്തെ. എവിടെയായിരുന്നാലും കൊള്ളാം. അവന്റെ അടുത്ത് പറഞ്ഞാരാ അവന്റെ കാര്യം പോ കേസാണ്. ഇവിടെ ഇപ്പൊ പഴയതുപോലെ ഒന്നുമല്ല. നിയമമൊക്കെ ഭയങ്കര കർശനമാണ്. ഞങ്ങൾ ജനപ്രതിനിധികൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. വിടില്ല ഞങ്ങൾ ഒരു തെമ്പാടികളെ. അല്ല, ഇതൊക്കെ എന്നോട് പറയുന്നത്? മുഴുവൻ പുരുഷന്മാരുടെ അടുത്ത് എനിക്കിത് പറയണം. അങ്ങനെ പെണ്ണുങ്ങളെ വഞ്ചിച്ചേ ഒരുത്തൻ ഇവിടെ സൂയിക്കണ്ട. അങ്ങനെയുള്ള അലവരാതികളെ കണ്ട ഞാൻ കടിച്ചു കീറി ചോര കുടിക്കും. പ്രസിഡന്റ് അല്ല അപ്പൊ ഞാൻ, പ്രതികാരദാഹിയായ പെണ്ണാണ് ഞാൻ. പ്രസിഡന്റ്, ഞാൻ ഇപ്പൊ എന്തിനു പറഞ്ഞത്? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഈ കല്യാണം മുടക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറയൂ. ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. അജയ് ഘോഷേ, എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. ഞാൻ കൂടെ നിക്കല്ലേ? ഓ, ഇങ്ങനെ മരവാഴ പോലെ നിക്കണ കാര്യമല്ല പറഞ്ഞത്. പിന്നെ വിശ്വനാഥൻ മുതലാളിയുടെ ആജ്ഞകള് അക്ഷരം പ്രതി അനുസരിച്ച് എന്റെ കൂടെ നിക്കണോന്ന്. നിക്കാം പ്രസിഡന്റ്, കൂടെ തന്നെ നിക്കല്ലേ? അത് മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റ്. എനിക്ക് ആ കമലാക്ഷിയുടെ അടുത്തെ പ്രതികാരം ചെയ്യണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോറ്റപ്പോഴേ അവള് കൊടിത്തോരണത്തിന് പകരം അവളെ ഉടുതുണി പൊക്കി കാണിച്ച അന്ന് മുതല് അവളെ തകർക്കാനുള്ള ഒരവസരവും ഞാൻ പാഴാക്കിയിട്ടില്ല.